അയ്യപ്പേട്ട, മെസ്സി വരുന്നതുമായി ബന്ധപ്പെട്ട് ഒരു വിവാദം ഉണ്ടായിട്ടുണ്ട്. അതെ, റിപ്പോർട്ടർ ടിവിയും സർക്കാരും ചേർന്ന് നടത്തിയ ഒരു പദ്ധതിയുടെ ഭാഗമായിട്ടാണ് മെസ്സി വരുന്നു എന്ന് പറയുന്നത്. അതെ അതെ, വരുന്നു എന്ന് പറഞ്ഞത്. അതെ, അപ്പോൾ അത് വന്നിട്ടില്ല. അത് മൊത്തത്തിൽ തകിടം മറിഞ്ഞു. അതെ, എന്തിനാണ് നടക്കാത്ത ഒരു കാര്യത്തിന്റെ പേരിൽ ഇത്രയും വലിയൊരു അനൗൺസ്മെന്റ് ഒക്കെ നടത്തുന്നത്? ശരിക്കും പറഞ്ഞാൽ ഇത് ഈ ചോദ്യം ചോദിക്കുമ്പോൾ ശരിക്കും അത് ഈ പ്രതിയിൽ ചോദിച്ചത് തന്നെ, എന്തിനാണ് നടക്കാത്തൊരു കാര്യത്തിന്, ഞാനത് ചിരിച്ചത്, എന്തിനീ തള്ളി എന്നാണ് നമ്മൾ നാടൻ ഭാഷയിൽ ചോദിക്കും. നടക്കാത്ത കാര്യത്തിനൊരു ഓളം ഉണ്ടാക്കി എന്തിനീ തള്ളി. അത് പറയുമ്പോൾ നമുക്കൊരല്പം കാര്യം ഇതിൽ പറയേണ്ടി വരും. അതായത് റിപ്പോർട്ടർ ചാനൽ എന്ന ചാനല് ഇപ്പോൾ അത് കടത്തിൽ മുങ്ങിയിരിക്കുന്ന അവസരത്തിലാണ് ആൻഡോ അഗസ്റ്റിൻ എന്ന അവരുടെ വയനാടുള്ള മുട്ടിൽ മരമുറി കേസിൽ ആരോപിക്കപ്പെടുന്ന വ്യക്തിത്വങ്ങളായ ചേട്ടാനിയന്മാരാണ്. ഇവർ 3 പേരെയും ഈ റിപ്പോർട്ടർ ചാനലിലേക്ക് കൊണ്ടു കയറുന്നത്. ഈ പറയുന്ന ഈ വിഷയം സംസാരിക്കുന്ന ഈ നമുക്ക് വരെ, എനിക്ക് വരെ, ഞാൻ അവിടെ 1 വർഷം വരെ ഞാൻ ജോലി ചെയ്തിട്ടുള്ളതാണ്. അത് തീർത്തും പട്ടിണിയും പരിവട്ടവുമായി ഞങ്ങളവിടെ ജോലി ചെയ്തിട്ടുണ്ട്. നികേഷ് കുമാർ എന്ന മനുഷ്യൻ്റെ 1 മാൻ ഷോയിലും ഇപ്പോൾ ഫ്ലവേഴ്സിലുള്ള വിജയകുമാറും പിന്നെ മാതൃഭൂമിയിൽ ഇപ്പോൾ അഭിലാഷും ഇങ്ങനെയൊക്കെയുള്ളവർക്ക് ഉള്ളപ്പോഴാണ് ഞങ്ങൾ ജോലി ചെയ്യുന്നത്. ഞങ്ങൾ പട്ടിണിയിലാണ് ഞങ്ങൾ ജോലി ചെയ്യുന്നത്. അത് പഴയ കഥ, അതിനോട് പ്രസക്തമായി അല്ല. ഇപ്പോൾ അവർ വളരെ വലിയ ഫ്ലോറും വലിയ ആൾക്കാരെയും ലക്ഷങ്ങൾ ശമ്പളം കൊടുത്ത് കൊണ്ടുവച്ചിരിക്കുക. അപ്പോൾ ഈ പറയുന്ന രീതിയിൽ ആൻഡോ അഗസ്റ്റിൻ എന്ന അവരുടെ മുതലാളിക്ക് ഒരു ഹൈപ്പ് കിട്ടുന്നതിൻ്റെ ഭാഗമായി, അല്ലെങ്കിൽ അവർ അത് പറയുമ്പോൾ ഇത്രയും കൂടെ പറയണം, ആൻഡോ അഗസ്റ്റിന് എങ്ങനെ ഗവൺമെൻറ്റുമായി ഒരു ചാലകം ഉണ്ടായി എന്ന് ചോദിച്ചാൽ, ഒരു ചാലകം, ഇത്തരത്തിൽ കേസുകൾ പെടുന്നവരെ സംബന്ധിച്ച് ഒരു ചാലകം അവർക്കുണ്ടാവണം. ചാലകം മീൻസ് കണക്ഷൻ ഉണ്ടാവണം. അപ്പോൾ അങ്ങനെ കണക്ഷൻ ഉണ്ടാകുമ്പോൾ ഈ ഇങ്ങനെയുള്ള വ്യക്തിത്വങ്ങൾ എപ്പോഴും ടോപ്പ് ആയിട്ടുള്ള ആൾക്കാരുമായിട്ടൊക്കെ ഒരു ബന്ധം ഇല്ലെങ്കിലും പോയി ഒട്ടി ഉണ്ടാക്കും. അതിന് അവർക്ക് ഉണ്ടായ ഒരു വഴിയാണ് ഈ MP നികേഷ് കുമാർ. MP നികേഷ് കുമാർ നീണ്ടകാലം ഇവരുടെ ശമ്പളത്തിൽ ഉണ്ടായിരുന്നെങ്കിലും ചീഫ് എഡിറ്റർ എന്ന പോസ്റ്റിൽ ഇവരോട് വെച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹം പിന്നീട് പഴയ ഒരു വലിയ നേതാവിൻ്റെ മകൻ എന്ന പ്രതിച്ഛായയിൽ ഇല്ലാത്ത സ്നേഹം പിണറായി വിജയന്, അന്ന് MP രാഘവനെ കൊല്ലാൻ നടന്നവരുടെ കൂട്ടത്തിൽ പ്ലാൻ ചെയ്ത ഏക വ്യക്തിയാണ് ഈ പിണറായി വിജയൻ. ആ പിണറായി വിജയൻ ഇപ്പോൾ എങ്ങുമില്ലാത്തൊരു സ്നേഹമുണ്ടായി MP നികേഷിനെ കൊണ്ടുപോയി അച്ഛനെ കുത്തിയവരെ, അച്ഛനെ ചവിട്ടിയവരുടെ ഇടയിൽ പോയി എന്ന അപവാദം കേൾക്കുമ്പോഴും അദ്ദേഹം കൊണ്ടുപോയി. ആരെ? MP നികേഷിനെ കൊണ്ടുപോയി. അപ്പോൾ നമ്മൾ പറയുന്നത് റിപ്പോർട്ടർ ചാനലിന് എന്താ പങ്കെന്ന് ചോദിച്ചുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ആൻഡോ അഗസ്റ്റിനും കുടുംബവും കൂടെ ചേർന്ന് ഉണ്ടാക്കിയിട്ടുള്ള വിവാദങ്ങളിലൊക്കെ പെട്ട MP നികേഷിനെ കൂടെ ഇവർ കൂട്ടി. ആരെ? ഈ ആൻഡോ അഗസ്റ്റിന് MP നികേഷിനെ കൂടെ കൂട്ടി അവർക്ക് ഈ പറയുന്ന കേസിനൊക്കെ ഒരു മറ വേണം. അവർക്കെങ്ങനെ സർക്കാരുമായി അടുക്കണം. സർക്കാർ വിചാരിക്കണം ഇവരെന്തോ വലിയ സംഭവങ്ങളാണ് എന്ന് സർക്കാർ വിചാരിക്കണം. കാര്യം അങ്ങനെയാണ് ഈ തട്ടിപ്പുകാരൊക്കെ അങ്ങനെയാണല്ലോ. തട്ടിപ്പ് കാണിച്ചാലും ഞങ്ങൾ എന്തൊക്കെയോ ആണെന്ന് പുറം ലോകത്തെ കാണിക്കണം. അങ്ങനെ ഒരു ഫ്രോഡ് തനത്തിൻ്റെ ഭാഗമായി മെസ്സിയെ ഇവിടെ കളിക്കാനായിട്ട് കൊണ്ടുവരണം എന്നൊരു തീരുമാനം. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ഭാഗങ്ങളിലുള്ള പാവം ഫുട്ബോൾ ആരാധകർക്ക് ഇവരൊരു വലിയ കാര്യം ചെയ്യുന്നു. അരുൺകുമാറിനെ വെച്ച് അതിനെ ഒരു ഹൈപ്പ് ഉണ്ടാക്കുക, സുജയ പാർവതി വെച്ച് ഹൈപ്പ് ഉണ്ടാക്കുക, ചാനൽ ചർച്ച ചെയ്യുക, ഉണ്ണി ബാലകൃഷ്ണനൊക്കെ ഉണ്ട്, ടോപ്പ് ആൾക്കാരൊക്കെ ഉണ്ട്. പക്ഷേ അത് ശരിക്കും പറഞ്ഞാൽ ആ എത്തേണ്ട അധികൃതരടുത്തൊന്നും എത്തിയില്ല എന്നുള്ളത് സത്യം. അങ്ങനെ വന്നപ്പോൾ അത് ഫ്ലോപ്പായി. ഇത് കാള പറ്റൂ എന്ന് കേട്ടതേ ഉള്ളൂ, കയറെടുത്തു, ഇതാ വന്നു കഴിഞ്ഞു എന്ന് പറഞ്ഞ് 100% ഓക്കെ എന്ന് പറഞ്ഞ് ഇങ്ങനെ ഇത്തരത്തിൽ കുറേ നീക്കങ്ങൾ നടത്തിയത് അട്ടർ ഫ്ലോപ്പായി. അപ്പോൾ അവരുടെ ഈ മാനേജ്മെൻറ്റിൻ്റെ ലക്ഷ്യമായിരുന്നത് സർക്കാരുമായി അടുക്കുക എന്നുള്ളതായിരുന്നു. കായിക മന്ത്രി അനൗൺസ് ചെയ്തു, മുഖ്യമന്ത്രി അത് അറിഞ്ഞു, MP നികേഷ് കുമാർ ഇപ്പോൾ ഇവരുടെ മീഡിയ ഹാൻഡിൽ ചെയ്യുന്നു, അദ്ദേഹം പോയി. അപ്പോൾ ഇതൊക്കെ നിൽക്കുമ്പോഴും അവരെ ബന്ധത്തിന് വിള്ളലുണ്ടാവാനൊന്നും സാധ്യതയില്ല. കാര്യം ഓൺ ടൈം ആയിട്ടുള്ള ബന്ധമല്ല ഇത്. കാര്യം ഇങ്ങനെയുള്ള ആൾക്കാർ ഒരു കാര്യം നടന്നില്ല എങ്കിൽ 10 കാര്യം വേറെ കൊടുത്ത് വായി നിറയ്ക്കുന്ന സ്വഭാവമുണ്ട്, പോക്കറ്റ് നിറയ്ക്കുന്ന സ്വഭാവം ഇവർക്കുണ്ട്. അതിനുള്ള പ്രത്യേക ബുദ്ധി ഇവർക്കുണ്ട്. ഏതായാലും ഈ ഒരു സംഭവം ചീറ്റി നാറി എന്നുള്ള കാര്യം സത്യമാണ്. അപ്പോൾ നമുക്ക് ഇതിലൊരു 1-2 കാര്യം കൂടെ നമുക്ക് പറയേണ്ടി വരും. ഈ മുട്ടിൽ മരമുറി കേസുമായി ആരോപണ വിധേയരായിരിക്കുന്ന ഈ കുടുംബത്തെക്കുറിച്ച് 1-2 കാര്യങ്ങൾ ഈ പൊതുസമൂഹം അറിയേണ്ടതുണ്ട്. അതായത് ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം AK ശശീന്ദ്രൻ എന്ന മന്ത്രി, നമ്മളെല്ലാവരും സാധാരണക്കാരൻ ചോദിക്കുന്നു, ഇത്രയും പിടിപ്പുകെട്ട ഒരു ഗവൺമെൻറ്, ഇത്രയും പിടിപ്പുകെട്ട ഒരു മന്ത്രി ഇവിടെ വേണോ എന്ന് സാധാരണ സമൂഹം ഇവിടെ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അപ്പോൾ AK ശശീന്ദ്രൻ കഴിഞ്ഞ ദിവസം ചോദിച്ചു, മൃഗങ്ങൾ കാട്ടിൽ നിന്നിറങ്ങി ജനത്തെ കുത്തിക്കൊല്ലുന്നതിന് ഞാനാണോ ഉത്തരവാദി? ഇതാണോ ഒരു മന്ത്രിയുടെ ചോദ്യമെന്ന് പ്രീത എന്ത് പറയുന്നതിനെ കുറിച്ച്? ഇങ്ങനെയാണ് ഒരു മന്ത്രി തിരിച്ചും നിരുത്തരവാദപരമായിട്ടുള്ള ഒരു ചോദ്യത്തിന് പ്രസക്തിയില്ലല്ലോ. തീർച്ചയായിട്ടും ആ ചോദ്യത്തിന് പ്രസക്തിയില്ല, ആത്മാർത്ഥതയില്ല.
കാര്യം എത്ര ആൾക്കാർ കഴിഞ്ഞ ദിവസം ഉറങ്ങിക്കിടന്ന 3 കുട്ടികൾ രക്ഷപ്പെട്ടത് കടുവയുടെ ആക്രമണത്തിന് രക്ഷപ്പെട്ട ആ കുട്ടികളുടെ തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ട ആ കുട്ടികളുടെ അച്ഛൻ്റെയും അമ്മയുടെയും അല്ലെങ്കിൽ ആ കുട്ടികളുടെ ജാതകത്തിൽ അവർക്ക് ആ ദീർഘായുസുള്ളതുകൊണ്ട് മാത്രം രക്ഷപ്പെട്ടതാണ്. അപ്പോൾ നമ്മൾ ഇത്രേ പറയുന്നുള്ളൂ. ഈ മറുപടി, ഈ ചോദ്യത്തിനുള്ള മറുപടി നമ്മൾ എന്തുകൊണ്ട് ഇങ്ങനെ വന്നു എന്ന് ചോദിച്ചാൽ, ആ ആൻഡ്രൂ അഗസ്റ്റിൻ അടങ്ങിയ ടീം വയനാട് മുട്ടിൽ മരമുറി കേസിന് ആരോപണ വിധേയരായവരും വനം മന്ത്രിയായി ഇദ്ദേഹവും ഇരിക്കുമ്പോഴും അവിടെയും ചില കൂട്ടുകച്ചവടങ്ങൾ നടന്നിട്ടുണ്ട്. അവിടെയും ചില കൂട്ടുകച്ചവടങ്ങൾ എന്തുകൊണ്ട് നമ്മളെ കാടിൻ്റെ ആവാസ വ്യവസ്ഥയ്ക്ക് ഉണ്ടായിട്ടുള്ള വ്യതിയാനത്തിൻ്റെ ഫലമായിട്ടാണ് ഈ മൃഗങ്ങൾ ഇങ്ങനെ ഇറങ്ങുന്നത് എന്നുള്ള സത്യം. ഈ മൃഗങ്ങൾ ഇറങ്ങുന്നതിൻ്റെ കാരണം ഉൾക്കാട് വെട്ടിത്തെളിച്ച് ഈ പറയുന്ന ജ്യേഷ്ഠന്മാർ അവിടെ എന്തെല്ലാം ചെയ്തു എന്നുള്ളത് ഉടയതമ്പുരാന് മാത്രമേ അറിയൂ. അതൊരു മുട്ടിൽ മരമുറി കേസിൽ ഉൾപ്പെട്ടവരോ ആരോപണ വിധേയരോ ആയിട്ടുള്ളവർ മാത്രമല്ല, നിരവധി പേർ ഒരു പ്രതീകം മാത്രമാണ്. അവരൊരു പ്രതീകം മാത്രമാണ്. അതെ. അപ്പൊ ഇത്തരത്തിലുള്ളവരുടെ പോക്കറ്റിൽ നിന്ന് വഴിവിട്ട രീതിയിൽ പ്രതിഫലം വാങ്ങുന്ന, അതായത് അതിന് പ്രതിഫലം ഉണ്ട്. അതില്ലാതെ അത് നടക്കില്ലല്ലോ. നിർബാധം നടന്നുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ. ആ കേസ് പോലെ കിടക്കുവാണ്. അതെ. അപ്പോ ഇത്തരത്തിൽ വരുമ്പോ എനിക്ക് തോന്നുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ AK ശശീന്ദ്രനെ മാറ്റണമെന്നുള്ള മുറവിളി ഉയരുമ്പോൾ പോലും അത് മാറ്റാതിരിക്കുന്നതിന് പിന്നിൽ ചില കച്ചവടങ്ങൾ തീർച്ചയായിട്ടും കച്ചവട താല്പര്യം കച്ചവടത്തിലൂടെ വായിക്കാം. തീർച്ചയായിട്ടും നമ്മൾ ശശീന്ദ്രന്റെ കാര്യം പറയുമ്പോഴും ആരോഗ്യമന്ത്രിയുടെ കാര്യം പറയുമ്പോഴും ചില കച്ചവടങ്ങൾ ഇതിനകത്ത് നടക്കുന്നുണ്ട്. ഇത്തരത്തിൽ കച്ചവടങ്ങൾ നടക്കുന്നത് കൊണ്ട് തന്നെയാണ് എങ്ങനെ ഞാൻ ഇതൊക്കെ ഒഴിവാക്കി വിടും. നമ്മൾ ചില പറയുമല്ലോ, എങ്ങനെ നീ മറക്കും എന്നൊക്കെ പറഞ്ഞൊരു പാട്ടെന്ന് പറയുന്ന പോലെ എങ്ങനെ നീ മറക്കും എന്ന് ശശീന്ദ്രൻ പിണറായിയോട് ചോദിക്കുക. എങ്ങനെ നീ മറക്കും? ഞാൻ തന്ന കാശ് നിങ്ങൾക്ക് ഓർമ്മയില്ലേ? വാങ്ങി പെട്ടിയിൽ വെച്ചത് ഓർമ്മയില്ലേ? ഇതാണ് ഇതിനകത്തുള്ള കാരണം. അപ്പോൾ ഇത്തരത്തിൽ റിപ്പോർട്ടർ TV എന്ന ചാനലിനെ സംബന്ധിച്ച് ഒരു വലിയ ബെഡായി, ഒരു വലിയ തള്ളിറക്കി. ആ തള്ള് വെറും ഈ റിപ്പോർട്ടർ TV എന്ന് പറയുന്നത് ഈ ബാർക്കിംഗ് റേറ്റിൽ ഒന്നാമതെത്താൻ വേണ്ടിയിട്ട് ഒരുപാട് കഥകൾ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ചാനലാണ്. അത്തരം കഥകൾ കൂടി അത് ഓരോന്നോരോന്നും നമ്മളിപ്പോ പറയാൻ സമയമില്ല. ആ ബെന്നി എന്ന CIയുടെ കാര്യം ഒക്കെ ഉണ്ട്. PV അൻവറും ഒക്കെ ചേർന്നിട്ട് നടത്തിയ ഒരു നാടകമുണ്ട്. അതെ. പിന്നെ അവരുടെ പാവ റിപ്പോർട്ടർ അവന്റെ പേര് നമ്മുടെ TV പ്രസാദ്, ഏഷ്യാനെറ്റിലുണ്ടായിരുന്ന ഒരു റിപ്പോർട്ടറാണ്. അദ്ദേഹത്തിനെ കൊണ്ട് അദ്ദേഹത്തിന് പെടുത്തിയിരിക്കുക. അതിൽ പ്രഗത്ഭരായ പല റിപ്പോർട്ടേഴ്സും രാജിവെച്ച് പോയി. ശ്രീജിത്ത് പോയി. അങ്ങനെ പലരും ചാടിപ്പോയി. പറഞ്ഞോളൂ. അല്ല, ഞാൻ പറഞ്ഞത് അപ്പോൾ ഇത്തരത്തിൽ ഒരുപാട് കള്ളക്കഥകൾ മെനഞ്ഞ് ബാർക്കിംഗ് റേറ്റ് കൂട്ടാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥാപനം കൂടിയാണ്. പക്ഷെ ഇവരെത്രയൊക്കെ ചെയ്തിട്ടും ഇതെല്ലാം പൊളിയുമ്പോൾ, അതായത് നേരായ രീതിയിലല്ല പോക്ക് എന്നുണ്ടെങ്കിൽ അതെല്ലാം അടപടലം കൂട്ടും എന്നുള്ളതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണം കൂടിയാണ് റിപ്പോർട്ടർ ചാനൽ. കാരണം ഒന്നാമതെത്താൻ വേണ്ടിയിട്ടാണ് ഇവർ തമ്മിൽ മത്സരിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഒന്നാമതെത്തണമെങ്കിൽ അതിൻ്റെ ഉള്ളടക്കവും അത് കൊടുക്കുന്ന അവതരണ രീതിയും എല്ലാം അത് ഫ്ലോറിൽ കൊണ്ടുവന്ന് ചെണ്ടകൊട്ടും പാട്ടും വെച്ചിട്ട് മാത്രം കാര്യമില്ല. ഈ സിഗ്നൽ കൊടുത്ത് അതൊന്നും കൊടുത്തിട്ട് മാത്രം കാര്യമില്ല. ഇതൊന്നുമില്ലാത്തൊരു ചാനലാണ് ഇപ്പോഴും ഒന്നാമത് നിൽക്കുന്നത്. ഒരു ആഡംബരവും ഇല്ലാതെ കൃത്യമായി വാർത്തകൾ കൊടുക്കുന്നതിലാണ് ഏഷ്യാനെറ്റ് വിജയിച്ചു നിൽക്കുന്നത്. അവരുടെ മാനേജ്മെന്റ് വെറുതെ വന്ന് ബ്ലാ 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 എന്ന് പറഞ്ഞാൽ അദ്ദേഹം സംസാരിക്കാൻ ഇരിക്കുന്നില്ല. ഇപ്പോ ആൻഡ്രൂ അഗസ്റ്റിൻ എന്ന് പറയുന്ന റിപ്പോർട്ടർ മുതലാളി ചർച്ചകളിൽ വന്നിരിക്കുന്നുണ്ട്. അദ്ദേഹത്തിന് എന്താണ് അർഹത എന്നുള്ളത് എനിക്കറിയില്ല. ഈ പറയുന്ന പ്രബുദ്ധരായിട്ടുള്ള ഒരു പറ്റം ആളുകൾക്കിടയിൽ ഇരുന്നു കൊണ്ടാണ്, പ്രബുദ്ധത കൂടിപ്പോയിട്ടുള്ള ഉണ്ണി ബാലകൃഷ്ണൻ, സ്മൃതി പരുത്തിക്കാട്, അരുൺകുമാർ, സുജയ പാർവതി എന്നിവർക്കൊപ്പമാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ പ്രബുദ്ധത സുജയയെ ഒഴിച്ചു നിർത്തിയിട്ടുള്ളവർക്കാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അതുകൊണ്ട് നിഷ്കരുണം ന്യായീകരിക്കുക എന്നുള്ളതാണ്. നിഷ്കരണം അങ്ങ് മെഴുകും, ഫ്ലോറിൽ കിടന്ന് അങ്ങ് മെഴുകും. അപ്പോൾ ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന ജനങ്ങൾക്ക് ബോധ്യമുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ആളുകളുടെ ഇടയിലേക്കാണ് ഈ പറയുന്ന മുതലാളി വന്നിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കാൻ വന്നൊരു കാര്യം, ഏഷ്യാനെറ്റിന്റെ മുതലാളിക്ക് അവിടെ ചെന്നിരുന്ന് നിരങ്ങാം, അത് ചെയ്യുന്നില്ല. അദ്ദേഹം ഒരു ടെക്നോക്രാറ്റ് ആണ്. അപ്പോൾ അദ്ദേഹത്തിന് ഒരു സ്ഥാപനം എങ്ങനെ നടത്തിക്കൊണ്ട് പോകണം എന്നുള്ളത് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം പറയാനല്ല ആ ഒരു സ്ഥാപനം ഉപയോഗിച്ചിരിക്കുന്നത് എന്നുള്ളത് വ്യക്തമാണ്. ഞാനത് ഇതിന്റെ കൂടെ ചേർത്ത് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഏതായാലും നമ്മൾ പറഞ്ഞു വന്നത് 1-2 കാര്യങ്ങളാണ്. ഒന്ന്, ശശീന്ദ്രൻ ചോദിക്കുന്നു, മൃഗങ്ങൾ കയറി മനുഷ്യരെ പിടിച്ചിട്ട് കൊന്നതിന് ഞാൻ എന്ത് ചെയ്യണം, എൻ്റെ രാജി കൊണ്ട് ഉത്തരം കഴിയുമോ എന്ന്. കേരള സമൂഹത്തിന് ഒന്നേ പറയാനുള്ളൂ, താങ്കൾ വനമന്ത്രിയായിരിക്കുമ്പോൾ ഈ നടക്കുന്ന വനം കൊള്ളയ്ക്ക് താങ്കൾ കൂടി ഭാഗവാക്കായിരിക്കുമ്പോൾ അതിൻ്റെ കൂട്ടുകച്ചവടം പറ്റുന്നവർക്ക് മുന്നിൽ താങ്കൾ ഇനിയും എത്ര പൊതിഞ്ഞു നിന്നിരുന്നാലും, ഇപ്പോൾ താങ്കൾ രാജിവെച്ചില്ലെങ്കിലും
കേരള ജനത താങ്കളെ തള്ളിക്കളഞ്ഞിരിക്കുന്നു. മുഖ്യമന്ത്രി തള്ളിയില്ല എന്നുള്ളത് ഞങ്ങൾക്ക് വിഷയമല്ല. 2, ഇതിൽ മറ്റൊന്ന് പറയുള്ളത് ഈ റോയി ആൻഡോ അഗസ്റ്റിൻ എന്ന ഈ വ്യക്തിത്വവും നികേഷ് കുമാർ എം വി നികേഷ് കുമാറും പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിയും അല്ലെങ്കിൽ ആ കായിക മന്ത്രിയും ഒക്കെ കൂടെ എന്തിനീ പാവം ഫുട്ബോൾ പ്രേമികളെ പറഞ്ഞു മോഹിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. മെസ്സി കൂടുതൽ ആരാധകരുള്ള ഒരു കളിക്കാരനാണ്. അതെ, ഒരു കലമാന്റെ ഓട്ടത്തിന്റെ ഭംഗി. ആ ഫുട്ബോൾ കളിക്കാർ എപ്പോഴും കളി അഴകെന്ന് പറയുന്നത് പന്ത് കാലിലൊട്ടി അല്ലെങ്കിൽ പന്ത് കാലിൽ വെച്ചുകൊണ്ടുള്ള ആ കാലിൻ്റെ ആ ഒരു സ്പീഡുണ്ട്. കാൽപന്ത് കളി എന്ന് പറയുന്നത് കാൽപന്ത് കളി എന്നാണ് പറയുന്നത്. ആ ഒരു സ്പീഡുണ്ട്. ആ സ്പീഡിലെ മാസ്മരികതയാണ് ഒരു കളിക്കാരനെ ആരാധകർ ഉണ്ടാക്കുന്നത്. പാവം മെസ്സിയെ മോഹിച്ച ഇവിടുത്തെ മലപ്പുറം പോട്ടെ, കേരളത്തിലെ ആകെ മൊത്തമുള്ള കായിക പ്രേമികളെ എന്തിനിങ്ങനെ ഈ ഫ്രോഡിൻ്റെ കൂടെ ചേർന്നുകൊണ്ട് ഈ കേരള ഗവൺമെൻറ് തട്ടിപ്പിന് കൂട്ടുനിന്നു എന്ന് മാത്രമേ ചോദിക്കുന്നുള്ളൂ. ഇനി എന്ത് മറുപടി തന്നെ അതിനുള്ള ഉത്തരം തന്നെയാണ് നമ്മൾ ഇതിൽ പറഞ്ഞു വെച്ചത്. അതെ, തീർച്ചയായിട്ടും.